പറഞ്ഞിരുന്നു, മെസ്സേജ് ചെയ്തിരുന്നു. ഇനി മുതൽ സജീവമായിട്ടുണ്ടാവും. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, ഉണ്ടാവും. ഇതുവരെയുള്ളത് ഞാൻ റിക്കവർ ചെയ്യാൻ നോക്കാം. TLDB ആണോ റെക്കോർഡ് ചെയ്യുന്നത്? സ്റ്റുഡിയോ ഉണ്ട്, TLDB ഉണ്ട്. OBS ഇല്ല. ഞാൻ അന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ലിങ്ക് വിട്ടിട്ടില്ല. ലിങ്ക് ഒന്ന് സെൻഡ് ചെയ്താ മതി. ഇപ്പൊ OBS റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അന്നത്തെ വീഡിയോക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടോ? ഷഹനാസ്, ഇത് കഴിഞ്ഞ ശേഷം കോളിലൊന്ന് വരണേ, ഒന്ന് സെൻഡ് ചെയ്യണം. കാരണം എനിക്കിത് കുറെ ക്ലാസ്സസ് മിസ് ആയതുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു പ്രോബ്ലംസിന്റെ ലിസ്റ്റും കിട്ടണം. നിങ്ങൾ അടുത്തൊരു അപ്രോക്സിമേറ്റ് നിങ്ങളെ കൂടെ നെറ്റാനേ സമയം ഉണ്ടെങ്കിൽ മതി. അല്ലെങ്കിൽ പിന്നെ അധികം ലേറ്റ് ആകാൻ പറ്റില്ല. 2 ദിവസത്തിൽ പെട്ടെന്ന് എത്തണമെന്നുണ്ട്. അല്ല, ലേറ്റ് ആകാൻ പറ്റില്ല എന്ന് പറയേ. ആ വീഡിയോയില് കുറച്ചുകൂടെ ക്ലാരിറ്റി ചെറിയ കുറവുണ്ടെന്ന് പനിയെന്ന് പറഞ്ഞിരുന്നു. അത് കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞോട്ടെ? മെർലിൻ പറഞ്ഞു. ഇത് നേരത്തെ ചെയ്ത കോഡാണ്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ആ അറേ ട്രാവേഴ്സ് ചെയ്തിട്ട് 0 അല്ലാത്ത എലമെന്റ്സ് സ്വിച്ച് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഇപ്പൊ ലെഫ്റ്റ് എന്ന് പറയുന്നത് 0 ഉള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും റൈറ്റ് യൂസ് ചെയ്യുന്നത് 0 അല്ലാത്ത പൊസിഷൻ, നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പൊ 0 ഉള്ള സാധനമാണെങ്കിൽ റൈറ്റിൽ മീൻസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൂവ് സീറോസ് ടു ദ ട്രെയിലിംഗ് സീറോസിനെ റിമൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ? 283. ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് എടുത്തോട്ടെ. ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഒരു ഇന്റിജർ അറേ തന്നിട്ടുണ്ട്. അപ്പം അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സീറോസ് ഏറ്റവും എൻഡിൽ കൊണ്ടുവന്ന് വെക്കണം. മനസ്സിലായോ? ഇപ്പൊ ഇതിപ്പോ അറേ ആണെങ്കിൽ ഇതിലിപ്പോ ഓർഡറിൽ തന്നെ ഇപ്പൊ 2 സീറോസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് 1 ഇവിടെ വരണം, നെക്സ്റ്റ് 3 വരണം, നെക്സ്റ്റ് 12, പിന്നെ ബാക്കിയുള്ള സീറോസ്. അപ്പൊ അതാണ്. അപ്പം 0 അല്ലാത്ത നമ്പേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചിട്ട് ഉള്ള സീറോസ് ഏറ്റവും എൻഡിൽ കൊണ്ടുവന്ന് വെക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ മെയിൻലി 2 വേരിയബിൾസ് എടുത്തിട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലെഫ്റ്റ് എന്ന് പറയുന്നത് 0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ് ഞാൻ എടുത്തേക്കുന്നത് 0 അല്ലാത്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, സ്റ്റാർട്ട് ചെയ്തിട്ട് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പം ഫസ്റ്റ് ലെഫ്റ്റ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം നംസ് ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പം റൈറ്റിന്റെ വാല്യൂ എന്താവും? 1 ആവും. 1 ആവുമ്പോഴത്തേക്ക് നേരെ ഇതിലേക്ക് വരും. അതെന്ന് പറയുന്നത് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ സ്വാപ്പ് ചെയ്യും. അപ്പൊ 1 ഇവിടെ വരും, 0 ഇവിടെ വരും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ലെഫ്റ്റ് പ്ലസ് പ്ലസ് ചെയ്തു. അപ്പം ഓൾറെഡി ഇപ്പോ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? റൈറ്റ് ഇൻക്രിമെന്റ് ആവും എന്ന് പറഞ്ഞില്ലേ, അത് ഫസ്റ്റ് 0 ആയിരിക്കും. ഒന്നുകൂടെ ഒന്ന് പറയോ? 1 മിനിറ്റ്. ഇതിലിപ്പോ നോട്ട് എഴുതുന്ന എവിടെയായിരുന്നു? ഓക്കെ, ഇതിനകത്ത് തന്നെ നോക്കാം. ഫസ്റ്റ് ലെഫ്റ്റിന്റെ വാല്യൂ 0യും റൈറ്റിന്റെ വാല്യൂ
0 ആകുമ്പോൾ ഫസ്റ്റ് അതായത് ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? 0 തന്നെ അല്ലേ? അപ്പൊ ഇത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം റൈറ്റ് നംസ് ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഈ ഇഫ് ലൂപ്പിലേക്ക് കയറില്ല. നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട്. ആ ഇത് ആക്ച്വലി ഇത് ഞാൻ റൈറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 0 അല്ലാത്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് 0 സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് 0 ആണ്, അപ്പൊ ലെഫ്റ്റ് ഇവിടെ പോയിന്റ് ചെയ്തിരിക്കും. റൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോൺ സീറോ വാല്യൂ ഏതാന്ന് വെച്ചാൽ അത് രണ്ടും കൂടെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതല്ലേ നോൺ സീറോ വാല്യൂ, അപ്പൊ ഇതും ഈ 0യും ഈ 1ഉം കൂടെ സ്വാപ്പ് ചെയ്യും. അപ്പൊ അത് വരുമ്പോൾ 1ഉം 0 എന്ന് പറഞ്ഞു വരും. ഈ കോഡ് ഇച്ചിരി അപ്പൊ ഫസ്റ്റ് തൊട്ട് നോക്കുമ്പോ ആദ്യം ഫസ്റ്റ് എലമെന്റ് 0 ആണോ നോക്കും, 0 അല്ലെങ്കിൽ അത് സ്വാപ്പ് ചെയ്യും. അതായത് ഫസ്റ്റ് റൺ ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെ വരും 1 0. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തില്ലേ, അപ്പൊ അത് നമ്മൾ ഈ അറേന്റെ ഫസ്റ്റ് എലമെന്റ് തന്നെയാണോ? അതെ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലൂപ്പ് ചെയ്ത് നോക്കുമ്പോ അത് നോട്ട് ഈക്വൽ 0 അല്ല. പിന്നെ നമ്മൾ റൈറ്റ് 1 ആക്കും. 1 ആക്കുമ്പോ അത് എന്താ നോട്ട് ഈക്വൽ 0 ആണ്. അപ്പൊ ആ ഉള്ളിൽ പോയിട്ട് അതിനെ നമ്മൾ ടെമ്പിലേക്ക് ആക്കി, പിന്നെ അതിനെ 0നെയും കൂടെ നമ്മൾ സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുമ്പോ ഇങ്ങനെ വരും. മനസ്സിലായി. അപ്പൊ നെക്സ്റ്റ് വരുമ്പോ ലെഫ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ആയി, ലെഫ്റ്റ് ++1 ആയി. അപ്പൊ ഈ 0യിലായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് റൈറ്റിന്റെ വാല്യൂ എന്താവും? 2 ആവും. 2 ആവുമ്പോ ഇത് 0 യാ, കേറില്ല. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് റൈറ്റിന്റെ വാല്യൂ 3 ആവുമ്പോഴത്തേക്ക് അത് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതും തമ്മിൽ സ്വാപ്പ് ആവും. 3യും ഇവിടെ 0യും ആവും. 3യും ലെഫ്റ്റിന്റെ നമ്പർ തമ്മിൽ സ്വാപ്പ് ആവും അല്ലേ? റൈറ്റ് അവിടെ തന്നെ നിൽക്കും. ലെഫ്റ്റിന്റെ വാല്യൂമായിട്ട് സ്വാപ്പ് ആവും. അതാണ് സെന്ററിലെ 0 ഒന്നും ആയിട്ടില്ല, പക്ഷെ അതിന് ഇപ്പുറത്തെ 0യും ഈ 3യും തമ്മിൽ സ്വാപ്പ് ആയി. ഞാനിത് പൊസിഷൻ എഴുതിയിടുവാണേ. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് ഇപ്പൊ 3യിൽ നിൽക്കാണ്. നെക്സ്റ്റ് റൈറ്റിന്റെ വാല്യൂ എന്താവും? 4 ആവും. 4 ആകുമ്പോഴത്തേക്ക് വീണ്ടും നംസ് ഓഫ് റൈറ്റ് 4 ഈക്വൽ ടു അതായത് 12 നോട്ട് ഈക്വൽ ടു 0 ആണ്. ലെഫ്റ്റിന്റെ വാല്യൂ ഇപ്പോ ആക്ച്വലി ഇവിടെ ആയി 2 ആയി. എന്നിട്ട് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതും തമ്മിൽ സ്വാപ്പ് ആവും. അപ്പൊ പിന്നെ 1 3 12 അങ്ങനെ വരും. അത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് കൺഫ്യൂസിംഗ് അല്ലേ? അതെ, ഞാൻ ഇങ്ങനെയാ ചെയ്തത്. ഇത് ആക്ച്വലി 2 പോയിന്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന, അതുകൊണ്ട് അങ്ങനെ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. 2 പോയിന്റർ മെത്തേഡ് അല്ലേ? റൈറ്റ് 2 പോയിന്റേഴ്സ്. അതെ, ഇതാണ് ഞാൻ ചെയ്ത മെത്തേഡ്. വേറെ ഈസി മെത്തേഡ് ഇതിപ്പോ കോംപ്ലക്സിറ്റി ഓഫ് n തന്നെ വരും. ഏതെങ്കിലും മെത്തേഡിൽ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? എല്ലാരും ഇങ്ങനെ തന്നെ? ഞാൻ 2 പോയിന്റർ തന്നെയാ ചെയ്തത്. എല്ലാരും ഈ 2 പോയിന്റർ മെത്തേഡ് തന്നെയാണോ ചെയ്തത്? ഞാൻ സ്വാപ്പിംഗ് അല്ല ചെയ്തത്. ഒരു സെയിം. നീ ഷൈനാസ് എങ്ങനെ ചെയ്തേ? ഞാൻ ചെയ്തത് ഒരു ഞാൻ കാണിച്ചു തരാം ചെയ്തത്. ഇതിലും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്തത്. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഇതിൽ ഞാനേ ഒരു ഇൻസേർട്ട് പൊസിഷൻ 0 ആക്കി എടുത്ത്, എന്നിട്ട് ലൂപ്പ് ചെയ്തപ്പം ഫസ്റ്റ് എലമെന്റ് എടുത്ത് ഫസ്റ്റ് എലമെന്റ് എടുത്ത് ആ എലമെന്റ് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കും.
ആണെങ്കിൽ അതിന് ഇൻസേർട്ട് പൊസിഷനിലേക്ക് ആക്കുക. അതായത് ഫസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടി ഒരു ഇൻസേർട്ട് പൊസിഷൻ എന്നൊരു വേരിയബിൾ എടുത്തതാണ്. എന്നിട്ട് പിന്നെ ഈ നോൺ സീറോ എലമെന്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇൻസേർട്ട് പൊസിഷൻ ഒരു ഇൻഡെക്സിൽ വന്നെത്തുമല്ലോ. ആ ഇൻഡെക്സ് തൊട്ട് നമ്മുടെ അറേയുടെ ലെങ്ത് ആകുന്നതിന് മുന്നേ വരെ 0 ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. മനസ്സിലായത്? ഞാനും ഇങ്ങനെ തന്നെ ചെയ്തത്. യൂസ് ചെയ്തില്ലല്ലേ? എന്താണ് ടെമ്പ് എന്ന് പറഞ്ഞൊരു അതിലേക്ക് സ്റ്റോർ ചെയ്തില്ല, ഡയറക്റ്റ് സ്വാപ്പ് ചെയ്തിട്ട്. എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു സ്വാപ്പിംഗ്. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ഒന്നും കൂടെ ഇത് സിമ്പിൾ ആണ്. ഒരു അറയിൽ തന്നെ ജസ്റ്റ് നമ്മൾ ആദ്യം പൊസിഷൻ കിട്ടാൻ വേണ്ടി ഇൻസേർട്ട് പൊസിഷൻ എന്നൊരു വേരിയബിൾ എടുത്ത് പിന്നെ ലൂപ്പ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്ത് നോട്ട് ഈക്വൽ 0 ആണോ ചെക്ക് ചെയ്തിട്ട് ഓരോ നമ്പറിനെ ആ പൊസിഷനിലേക്ക് ആക്കി കൊടുക്കും. നോട്ട് ഈക്വൽ ടു 0 ആവുമ്പോൾ മാത്രമേ ആ ഇൻസേർട്ട് പൊസിഷന് ഇൻക്രിമെന്റ് ആവുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് സ്പേസിലേക്ക് 0 ആഡ് ചെയ്തു. ഞാനും സെയിം മെത്തേഡ് ഞാനും ചെയ്തത്. ഇപ്പൊ മറ്റേത് മെർലിൻ പ്രസന്റ് ചെയ്തപ്പോഴേ എനിക്ക് ആ സംഭവം ഒന്നുകൂടെ ക്ലിയർ ആയി. പോയിന്റർ മെത്തേഡ് ഒന്നും കൂടെ കോംപ്ലക്സിറ്റി വൈസ് നല്ലതാണെന്ന് തോന്നുന്നു. ഇതിന്റെ കോംപ്ലക്സിറ്റി ഇത് എങ്ങനെയാണ്? ഇതും 2 പോയിന്റർ തന്നെയല്ലേ? നമ്മള് ലെഫ്റ്റിൽ നിന്ന് ഒരു വേരിയബിൾ വെച്ച് എന്നിട്ട് അതിനെ തന്നെയല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നില്ലേ? സ്പേസ് മറ്റേടത്ത് സ്വാപ്പിംഗ് വരുന്നോണ്ട് ചിലപ്പോൾ സ്പേസ് കൂടുമോ? അത് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം എക്സ്ട്രാ ഒരു വേരിയബിളോട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ. എന്നാലും പക്ഷെ അതും ഇൻസേർട്ട് പൊസിഷൻ ഇവിടെ നമ്മൾ എക്സ്ട്രാ വേരിയബിൾ യൂസ് ചെയ്യുന്നില്ലേ? ഇൻസേർട്ട് പൊസിഷൻ അവിടെ അത് അവിടെ യൂസ് ചെയ്യുന്നില്ല. അവിടെ ലെഫ്റ്റ് എന്ന് കൊടുത്ത ഇതിന് പകരം ഇവിടെ ഇൻസേർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കോൺസെപ്റ്റിന്റെ വ്യത്യാസം. സ്വാപ്പിങ്ങിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റിലേക്ക് 0 ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രമല്ലേ വരുന്നുള്ളൂ. ഇതൊന്നും അല്ലാതെ ഡിഫറെന്റ് ആയിട്ട് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തത് ഇങ്ങനെയല്ല. ഞാൻ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട്, അതായത് ആ ലിസ്റ്റിൽ നിന്ന് ആദ്യം സീറോസിനെ റിമൂവ് ചെയ്തിട്ട് പിന്നെ ആ സീറോസിനെ വേറെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അതായത് വേറൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ പ്രസന്റ് ചെയ്യാം. കാണണ്ടോ? കാണില്ലേ? സ്ക്രീൻ ആണില്ലേ? ജസ്റ്റ് ഒരു സീറോസ് ആയിട്ട് വേറെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഈ നംസിൽ സീറോസ് വരുന്നതൊക്കെ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഈ നംസിൽ നിന്ന് സീറോസിനെ റിമൂവ് ചെയ്യും. എല്ലാ സീറോസിനെ റിമൂവ് ചെയ്തിട്ട് എന്നിട്ട് എൻഡിൽ ആ സീറോസ് ഈ ലിസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്തിട്ട്. സിമ്പിൾ ആയിട്ട്, ലോജിക്ക് സിമ്പിൾ ആണ്. കോംപ്ലക്സിറ്റി കൂടുന്ന സംശയം. എങ്ങനെ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ നംസ് എന്ന ലിസ്റ്റിൽ നിന്ന് ആ സീറോസ് എല്ലാം റിമൂവ് ചെയ്യും. എന്നിട്ട് എൻഡിൽ ഈ ലിസ്റ്റ് എൻഡിൽ ആഡ് ചെയ്യും. നംസിന്റെ സീറോസ് റിമൂവ് ആവുമ്പോൾ അതൊക്കെ മുന്നിലേക്ക് വരും. എനിക്കത് മനസ്സിലായില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായില്ല. അതായത് ഈ നംസ് പറഞ്ഞ ഇതിൽ കൂടെ അതൊക്കെ നംസിലുള്ള സീറോസിനെ നമ്മളൊരു സീറോസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഈ നംസിൽ വീണ്ടും നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് അതിന്റെ സീറോസിനെല്ലാം റിമൂവ് ചെയ്തു. ഈ നംസിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇവിടെ റിമൂവ് ചെയ്യണില്ല, ജസ്റ്റ് വേറെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. നമ്മളിവിടെ ഇതേപോലെ നമ്മള് എക്സ്റ്റൻഷൻ ഫങ്ഷൻസ് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ ലോജിക്കലി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മളിപ്പോ നേരത്തെ ചെയ്തത് വേരിയബിളിലേക്ക് എടുത്തിട്ട് ആ വേരിയബിളിന്റെ ഏറ്റവും ബേസിലേക്ക് എടുക്കുക. ഇതൊക്കെ ആഡ് അല്ലെങ്കിൽ റിമൂവ് എന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിൽ ആളുടെ ചെയ്തു പോകണം. അത് ഒരു എക്സ്റ്റൻഷൻ ഫങ്ഷൻ അഡീഷണൽ ആഡ് ചെയ്ത് പോവല്ലേ? അത് യൂസ് ചെയ്യുന്ന പ്രശ്നമുണ്ടോ? അത് എനിക്ക് പേഴ്സണൽ സജഷൻ നമ്മള് ചിലതിലൊക്കെ ചില പ്രോബ്ലത്തിലൊക്കെ സോർട്ട് ചെയ്യാനും ഒക്കെ ഡൗട്ട് സോർട്ടിങ്ങിന്റെ ബിൽഡിംഗ് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? സോർട്ട് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിപ്പോ ഞാൻ മനസ്സിലാക്കിയപ്പോഴും നമ്മൾ DSA ഉപയോഗിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഈ ആഡ് റിമൂവർ ഒക്കെ ഉപയോഗിക്കുന്നതിൽ ബെറ്റർ ആയിട്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കാണിച്ച പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേരിയബിൾ എടുത്ത് അത് ഒരു വേരിയബിളിനെ കമ്പയർ ചെയ്ത്
അങ്ങനെ ചെയ്താൽ സംഭവം സിംപ്ലിഫൈഡ് ആണ്. റിമൂവർ അല്ലെങ്കിൽ ആഡ് ഓൾ സംഭവം കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ എന്റെ പേഴ്സണൽ സജഷൻ ആണ്. ഇത് ഏത് സജഷനാണ് എനിക്ക് അറിയില്ല ഏതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണല് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ലത് എക്സ്റ്റൻഷൻ ഫംഗ്ഷൻ ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. മോശമാണെന്നല്ല പറഞ്ഞു കേട്ടോ, അല്ല എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പൊ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഇങ്ങനെ റൂളായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ സംഗതി ഞാൻ ക്വസ്റ്റ്യൻ മുമ്പ് സോൾവ് ചെയ്ത് വെച്ചതാണ്. എനിക്ക് റൂൾ ഉണ്ടോന്ന് അറിയില്ല. ഹലോ, റൂളാണല്ലോ ഇതിന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻപ്ലേസ് സ്വാപ്പിംഗ് നടത്തണം. അതായത് നമുക്ക് എക്സ്ട്രാ നോട്ട് കണ്ടല്ലേ ഇല്ല ക്വസ്റ്റ്യനിലെ, പക്ഷെ ഇതിൽ എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ഇൻപ്ലേസ് സ്വാപ്പിംഗ് നടത്തണം. അതായത് സെയിം അറിയുന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വിതൗട്ട് മേക്കിംഗ് എ കോപ്പി ഓഫ് ദ അറേ അല്ലേ? ലാസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും സിംഗിൾ ലൂപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടോ? വൈൽ ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു വൈൽ ലൂപ്പ് മാത്രം യൂസ് ചെയ്തല്ലേ? ടേബിൾ അങ്ങനെയാണോ ചെയ്തേ? ഒരു വൈൽ ലൂപ്പ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ആക്ച്വലി ചെയ്യാം. ഇതാ ഞാൻ പറയാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ 2 വേരിയബിൾ എടുത്തു. രണ്ടും ഇനീഷ്യലി 0 ആയിട്ട് അസൈൻ ചെയ്തു. എന്നിട്ട് ലെങ്ത് n എന്ന് പറഞ്ഞിട്ട് വേരിയബിളിലേക്ക് എടുത്തു. എന്നിട്ട് ഐയുടെ വാല്യൂ n ആവുന്ന വരെ ഐട്രേറ്റ് ചെയ്തു, നോർമൽ ഐട്രേഷൻ തന്നെ. എന്നിട്ട് ജസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, സ്വാപ്പ് ചെയ്തു. ഒറ്റ വൈൽ ലൂപ്പ് മാത്രം മതി. ഞാൻ 2 ലൂപ്പ് പലരും യൂസ് ചെയ്ത് കണ്ടു. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഷെഹനാസിന്റെ കേസിലെ അവള് സെക്കൻഡ് ലൂപ്പ് എങ്ങനെയാന്ന് വെച്ചാല് ലാസ്റ്റ് വരുന്ന സീറോസ് നമുക്ക് എൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ ആദ്യം അതിന് ഒരു ലൂപ്പ് കണ്ടീഷൻ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട്, അതായത് നമ്മുടെ ലെങ്ത്തിൽ അറേന്റെ ലെങ്ത്തിന്റെ ഉള്ളിൽ മാത്രം ഫില്ല് ചെയ്യാന്നുള്ള ഉദ്ദേശത്തില് അതാണ്. അതായത് ഇൻസേർട്ട് ചെയ്ത പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്യണ്ടല്ലോ. അറേന്റെ പൊസിഷൻ വരെ മാത്രം, അറേന്റെ ലെങ്ത് മാത്രം മതി. അപ്പൊ ലെങ്ത് വരെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻസേർട്ട് പൊസിഷൻ ലെസ് ദാൻ ലെങ്ത് ഡോട്ട് ലെങ്ത് ഇട്ടിട്ട് ബാക്കി സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു. ഇതിപ്പോ ഏബിൾ ചെയ്തപ്പോ ഇതിലിപ്പം എങ്ങനെയാണ് ഇത് നംസ് ഓഫ് i നോട്ട് ഈക്വൽ ടു 0, പിന്നെന്താ ഇവിടെ ചെയ്തത്? ഇത് തന്നെയല്ലേ മെർലിൻ ചെയ്തതിൽ? മെർലിൻ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തതില് ഇത് സ്വാപ്പിംഗ് തന്നെയാണ് ഇവിടെ ചെയ്യണേ. സെയിം തന്നെയാണ്. ഞാൻ ചെയ്ത സെയിം ലോജിക്കാ, പക്ഷെ ഞാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാ ചെയ്ത്. ഓക്കെ, അത് ഫോർ ലൂപ്പ് ഒരു ലൂപ്പ് മാത്രല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ മെർലിൻ? ഫോർ ലൂപ്പ് നമ്മുടെ പിന്നെ ലാസ്റ്റ് ആ കണ്ടീഷൻ ചെക്ക് ചെയ്തതാണ്. മെർലിൻ ചെയ്തതില് സ്വാപ്പിംഗ് ആണ് ഫുള്ള്. കണ്ടീഷന്റെ പിന്നെ ആവശ്യമില്ല. അറേന്റെ ഉള്ളിലെ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പിന്നെ ലാസ്റ്റ് 0 ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇതാ സെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 557 അല്ലേ? നെക്സ്റ്റ് 557 words in a string. ഷംനാദ് ഒന്ന് പ്രസന്റ് ചെയ്യോ?
പ്രസന്റ് ചെയ്യാം. സോറി, എന്റെ നെറ്റ്വർക്ക് പോയതാട്ടോ. സോറി. ഷംനാദ് പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. എന്റെ നെറ്റ്വർക്ക് അതിന്റെ ഇടയ്ക്ക് പോയി. അല്ല, സെക്കൻഡ് ലൂപ്പ് എന്തിനാണെന്നാ പറഞ്ഞേ? സെക്കൻഡ് ലൂപ്പിൽ ചെക്ക് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാല് ആ സീറോസ് ആഡ് ചെയ്യാൻ വേണ്ടി നോൺ സീറോ നമ്പേഴ്സ് നമ്മൾ അറയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അറയുടെ ലെങ്ത് വരെ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ. ഇത് ഇൻസേർട്ട് പൊസിഷൻ ലെസ് ദാൻ നംസ് ഡോട്ട് ലെങ്ത് ആ കൊടുക്കണം. അപ്പൊ ബാക്കി സീറോ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഷംനാദിന് ഇപ്പോ ക്ലിയർ ആണോ? നെറ്റ്വർക്ക് കുഴപ്പമില്ലല്ലോ? ഓക്കെ. വിഷ്ണു ഒന്ന് പ്രസന്റ് ചെയ്യോ? ഞാനാണോ? അതെ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ. എന്റെ സ്ക്രീൻ കാണോ? ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു വേർഡ് മൊത്തത്തിലൊരു സെന്റൻസ് തരുമ്പോഴത്തേക്കും അതിനകത്തിലെ വൈറ്റ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് റിവേഴ്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഞാനത് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതായത് ഇത് നമുക്ക് കോമൺലി വൈറ്റ് സ്പേസ് വെച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു അറേ പോലെ കിട്ടും. അപ്പോൾ അതിനെ ഞാൻ ഫോർ ഈച്ച് ചെയ്തു. അപ്പോൾ ഫോർ ഈച്ച് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രിങ്ങിനെ ഡയറക്റ്റ് റിവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഓരോ സെന്റൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പോൾ ലെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ അതിനെ ക്യാരക്ടർ അറയാക്കി, എന്നിട്ട് അതിനെ റിവേഴ്സ് ചെയ്തു. എന്നിട്ട് അതിൽ ഈ പാർട്സ് ഓഫ് ഐയിലേക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, ഐ മീൻ സെറ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ച് നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിന് പകരം ജോയിൻ ചെയ്തിട്ട് റിട്ടേൺ ചെയ്തു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഞാനിങ്ങനെ എല്ലാരും ഇങ്ങനെ തന്നെയാണോ ചെയ്തത്? എനിക്ക് വേറെ ഇതിനകത്ത് എനിക്ക് സ്ട്രിങ്ങിൽ എനിക്ക് അത്ര വേറെ ഐ മീൻ ഇൻബിൽറ്റ് മെത്തേഡ് അല്ലാതെ വേറെ മെത്തേഡ് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനോ അങ്ങനത്തെ കേസസ് ഒന്നും. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. വേറെ എന്തെങ്കിലും ഐ മീൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും ഏകദേശം ഇങ്ങനെ ചെയ്തത്. അതിൽ റിവേഴ്സ് എന്നുള്ളത് ഇൻബിൽറ്റ് യൂസ് ചെയ്യാതെ റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്തത്. ഇത് തന്നെയാണ് ലോജിക് വരുന്നത്. ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണം. വേറെ എന്തെങ്കിലും അപ്രോച്ച് ഉണ്ടെങ്കിൽ ഒന്ന് പ്രസന്റ് ചെയ്യോ? ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ? അതെ, സ്റ്റോപ്പ് ചെയ്തു. വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടോ? സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്ത് യൂസ് ചെയ്തിട്ടാ? സ്റ്റാക്കിലിട്ടിട്ട് പോപ്പ് ചെയ്തെടുക്കുക അല്ലെ? അപ്പൊ റിവേഴ്സ് കിട്ടും. അപ്പൊ മൊത്തം സ്ട്രിങ്ങിനെയാണ് ഇടുന്നത്. അപ്പൊ സെപ്പറേറ്റ് ഓരോ വേർഡ് ആക്കിയിട്ട് വേർഡും അപ്പൊ സ്പേസ് എങ്ങനെ ഒന്ന് കാണിക്കോ? കാണിക്കാൻ പറയാൻ കാരണമുണ്ട്. അത് ബെറ്റർ അപ്രോച്ച്, ഏറ്റവും നല്ല അപ്രോച്ച് ആയിട്ട് തോന്നി. വോയിസ് ലെവലിൽ വരുമ്പോൾ നമുക്കത് വളരെ ഉപയോഗമുള്ള സാധനമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അത് കാണിക്കാമോ? പൈത്തണിലാണ് ചെയ്തത്.
അത് ക്ലിയർ ആണോ? കാണുന്നുണ്ട്. ഇത് ഫോർ ലൂപ്പ് നമ്മൾ എസ് ആണ് കേട്ടോ ഇവിടെ ലൂപ്പ് ചെയ്യുന്നത്. എസ്സിലുള്ള ഓരോരോ വേർഡ് വരും. LET ഈ സിംഗിൾ വേർഡ്സ് ഇല്ലേ, ഇതാണ് ക്യാരക്ടേഴ്സിലേക്ക് വരിക. അപ്പോ ക്യാരക്ടേഴ്സ് സ്പേസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാരക്ടർ സ്റ്റാക്കിലേക്ക് അറ്റൻഡ് ചെയ്യും. സ്പേസ് ആണെങ്കിൽ പിന്നെ ഈ സ്പേസിന്റെ സ്പേസ്, അതായത് ലെറ്റ്സ് കഴിഞ്ഞ് സ്പേസ് എത്തുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ സ്റ്റാക്കിലുള്ള എലമെന്റ് മൊത്തം എന്താ ചെയ്യാം, അതായത് സോർട്ട്, അതായത് കോപ്പി ചെയ്തെടുക്കുമ്പോ പോപ്പ് ചെയ്യും. കിട്ടും. എന്നിട്ട് സ്പേസ് റിസൾട്ടിലേക്ക് പോപ്പ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് സ്പേസ്. അപ്പൊ അതുവരെ ഉള്ളത് ക്ലിയർ ആയി. അങ്ങനെ ഓരോരോ വേർഡ് ചെയ്തു വരും. സിംഗിൾ ചെയ്യാൻ പറ്റുമോ? ചെയ്തിട്ട് അതിനെ പോപ്പ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് സ്പേസ് അപ്പൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ. ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തിനാണ്? ഇതാണോ? എന്നിട്ട് അതിന് അതെ 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 അതെ. അതായത് സിംഗിൾ വേർഡ് ഒക്കെ ആണെങ്കിലല്ലേ, അതായത് നമ്മളിപ്പോ ലെറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മള് സ്റ്റാക്ക് എംപ്റ്റി ആയിരിക്കുമല്ലോ. അല്ല, അതായത് സ്പേസ് ഉണ്ടാവില്ല. അതായത് നമ്മള് സ്പേസ് വരുന്നില്ലല്ലോ, അപ്പൊ ഈ ബ്ലോക്ക് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോ ഈ ബ്ലോക്ക് വർക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിട്ട് ഈ സെയിം ലോജിക് തന്നെ താഴോട്ട് അപ്പൻഡ് ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ലാസ്റ്റ് എൻഡ് എത്തുമ്പോ മാത്രം. ഈ വൈൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് സ്റ്റാക്കിൽ എലമെന്റ് ഉണ്ടെങ്കിൽ എന്നാണോ? സ്റ്റാക്കിൽ എലമെന്റ് ഉണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും. ട്രൂ ആയിരിക്കും. റിസൾട്ടിലേക്ക് സ്റ്റാക്ക് ആണെങ്കിൽ ഫാൾസ് ആകും. അതെ. ഈ റിവേഴ്സ് ഒരുപാട് സ്റ്റാക്ക് വെച്ച് ചെയ്യാലോ അല്ലേ? റിവേഴ്സ് ചെയ്യുമ്പോ സ്റ്റാക്ക് വെച്ച് ചെയ്താല് നമുക്ക് ആ വേർഡ് അങ്ങനെ പുഷ് ചെയ്യാം. ഇറ്റ്സ് പോപ്പ് ചെയ്യുമ്പോ ഓരോ ലെറ്ററും റിവേഴ്സ് ആയിട്ടല്ലേ നമുക്ക് പിന്നെ കിട്ടും. ഇതാണ് ബെസ്റ്റ് അപ്രോച്ച്. ഇപ്പൊ എനിക്ക് തോന്നിയത് ഇതാണ് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇതും എനിക്ക് തോന്നുന്നു ഇതിലെ 2 വേരിയബിൾ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചും കൂടി കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പറിലേക്ക് റീഡ് ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വേറെ ആരും ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടില്ലല്ലോ ഈ ക്വസ്റ്റ്യൻ 557? ഷംനാദ് പോയാ? ലിഫ്റ്റ് ആയാ? ഓഡിയോന്റെ എന്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് ഷംനാദ് ഓഡിയോ പറഞ്ഞു ചാറ്റ്. ഓക്കെ. ഷമീമ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കൂ. ഷമീമ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ഷെനാസ്? 1822. ഇതല്ലേ? അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കൺസെപ്റ്റ് ഇത് ഡാട്ടും സി ഷാർപ്പും ജാവക്ക് ഏകദേശം ഒരേപോലെയാണ് അല്ലേ? അതെ. ഇത് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട ടൈമിൽ ഞാൻ കുറെ ഓവർ തിങ്ക് ചെയ്തിട്ട് കുറെ എന്തൊക്കെയോ ചെയ്തിരുന്നു. പിന്നെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട്, അതായത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ആയിട്ടുള്ള നമ്പർ വരുന്നുണ്ടെങ്കിൽ മൈനസ് റിട്ടേൺ ചെയ്യാം. നമുക്ക്
ചെയ്താൽ മതി ലിസ്റ്റ്. 0 ആണെന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യാം. -0 അതായത് മൈനസ് നമ്പർ വരുന്നുണ്ടെങ്കിൽ മൈനസ് റിട്ടേൺ ചെയ്യാം. ഇതാരെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ അല്ലാണ്ട്? ഈ മൈനസ് അത് ഈ ഡാർട്ടിൽ മാത്രമേ സി ഷാർപ്പിൽ അത് വർക്കിംഗ് ആവുമോ? ഇല്ല, ഞാനും ചെയ്തേക്കണല്ലായിരുന്നു. ഞാൻ ചെയ്തത് നെഗറ്റീവ് വരുന്ന കോൺസെപ്റ്റില്. എന്താണ് ഇപ്പൊ വിഷ്ണുദാന ചോദിച്ചത്? അല്ല, നമുക്ക് ആ നെഗറ്റീവ് എന്നുള്ളത് ഇപ്പൊ സൈൻ ഈക്വൽ ടു മൈനസ് സൈൻ എന്ന് കൊടുത്തിട്ടില്ലേ, അത് നമുക്ക് സി ഷാർപ്പിൽ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. ആവോലോ, ഇല്ലേ? ഞാൻ നോക്കിയില്ല, അതാ ഞാൻ ചോദിച്ചത്. വർക്കാവും. ഇത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ നമ്മളെ നെഗറ്റീവിന്റെ കോൺസെപ്റ്റ് എടുത്തേ. ഞാനും സെയിം ലോജിക്കാണ് ചെയ്തത്. അപ്പൊ പക്ഷെ നമുക്ക് ആ സ്റ്റെപ്പ് കുറയ്ക്കായിരുന്നു. ആ കൗണ്ട് എന്നുള്ള വേരിയബിളും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ. സൂസി അങ്ങനെയാണോ ചെയ്തേ? ഇപ്പൊ നേരത്തെ എന്താണ് പറഞ്ഞേ? ഷമീമ ചെയ്ത പോലാണോ ചെയ്തേ? അതെ അതെ, ഞാൻ അതുപോലെ ചെയ്തത്. ലെസ് ദാൻ സീറോന്റെ ആ കോൺസെപ്റ്റ് ഇല്ലേ, അതൊന്ന് പറഞ്ഞല്ലോ. ലെസ് ദാൻ സീറോയിലേക്ക് അതന്നെ ഡാറ്റിൽ ചെയ്ത പോലെ തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തേ. ഷമീമ അതൊന്ന് പ്രസന്റ് ചെയ്തിട്ട് ഒന്ന് പറയോ? അത് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. നെഗറ്റീവ് കൗണ്ട് എന്ന് പറഞ്ഞ 0 ആക്കി എടുത്ത്, എന്നിട്ട് പിന്നെ നെഗറ്റീവ് വരുന്നത് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തു. അതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ 2 മൈനസ് വരികയാണെങ്കിൽ അത് പ്ലസ് ആവുമല്ലോ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത്. ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇതില് ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല് സൈൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് ഈ നംസില് ലൂപ്പ് ചെയ്തിട്ട് നമ്പർ ഈ നംസിലെ ഓരോ വാല്യൂസ് 0 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 0 റിട്ടേൺ ചെയ്യും. അല്ല നംസ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ അതിലൊരു നമ്പർ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഈ സൈൻ എന്നുള്ള വേരിയബിളിനെ ഞാൻ -1 ആക്കും. അതായത് ഇവിടെ 1 ആണ് ഡിഫോൾട്ട് ആയിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നത്, അത് മൈനസ് സൈൻ കൊടുക്കുമ്പോൾ -1 ആകും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് 1 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. ലാസ്റ്റ് അതിപ്പോ എന്താ പറയാ, ഓരോ 2 മൈനസ് ഒക്കെ വരുന്ന സമയത്ത് പ്രൊഡക്റ്റ് പ്ലസ് ആകില്ലേ? അല്ല, അത് കുഴപ്പമില്ലല്ലോ. ഓരോ വട്ടവും അത് 0 ആകുമ്പോഴത്തേക്കും എന്താണോ സൈനിലുള്ള വാല്യൂ അത് മൈനസ് ആവുമല്ലേ? സൈൻ നമ്മുടെ ലെസ് ദാൻ 0 ആവുന്ന ടൈമിൽ ഫസ്റ്റ് -1 ലെസ് ദാൻ 0 ആകുമ്പോൾ സൈൻ മൈനസ്. അങ്ങനെ ഓരോ നമ്പേഴ്സും ചെക്ക് ചെയ്യുമ്പോൾ ഇതിനെന്താ കൺഫ്യൂഷൻ എന്താ വന്നത് ഷനാസിന്? ഞാനിങ്ങനെ എല്ലാം ചെയ്തതുകൊണ്ട് ഇത് ഓരോ പ്രാവശ്യം സൈനിന്റെ വാല്യൂ ചേഞ്ച് ആയിട്ട് അത് റിട്ടേൺ ചെയ്യാന്ന് മാത്രമല്ലേ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്ത്. അതന്നെ, ഇതില് നമ്പർ അല്ല നമ്മൾ റിട്ടേൺ ആവുന്നത്, സൈന് നമ്മൾ 1 ആക്കി വെച്ചിട്ടുണ്ട്, ആ സൈനല്ലേ റിട്ടേൺ ചെയ്യുന്നത്. അപ്പം നമ്പർ ലെസ് ദാൻ സൈന് -1 ആകും. എന്റെ വോയിസ് എടുക്ക് ബ്രേക്ക് ആവുന്നു. അല്ല, ഇത് നമുക്ക് വർക്ക് ആകില്ല. സൈൻ ഈക്വൽ ടു മൈനസ് സൈൻ കൊടുക്കണല്ലോ. വിഷ്ണുവിന് ഇത് വർക്ക് ആയി. അതെ, ഞാൻ അങ്ങനെ ചെയ്തത്, അത് വർക്ക് ആവും. -1 കൊടുത്താലും പോലെ ഓവർറൈറ്റ് ചെയ്തുകൊണ്ട് -1 അല്ല നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടിയുള്ളൂ. -1 -സൈൻ കൊടുത്തിട്ടില്ലെങ്കിൽ. വിഷ്ണുവിന് സി ഷാർപ്പിൽ ഇത് കിട്ടിയിട്ടില്ലായിരുന്നോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ മറ്റേ കൗണ്ട് വെച്ചിട്ട് ഞാൻ അതാണ് ചെയ്തത്. പക്ഷെ അതാകുമ്പോ കുറച്ച് സ്റ്റെപ്സ് കൂടുതലായിരിക്കും അല്ലേ? അതാ, നമുക്ക് മെമ്മറി കുറച്ചുകൂടെ കൂടും. അപ്പൊ ഇത് പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് സി ഷാർപ്പിൽ.
അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്താലോ? 1025. ഏബിള് 1025 വന്ന് ഏബിള് പ്രസന്റ് ചെയ്യോ? ഒരു മിനിറ്റ് പ്രസന്റ് ചെയ്യാം. $1025 ഈ വീക്കിൽ ചെയ്യിപ്പിച്ചാണോ? ഇത് ലാസ്റ്റ് വീക്കിലാണ്. ലാസ്റ്റ് വീക്കിൽ ഞാൻ എക്സാംസ് ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്തായാലും ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ ചെയ്താൽ മതിയോ? ലൈവായിട്ട് ചെയ്ത് കാണിച്ചാൽ മതിയോ? ഓക്കെ, നോക്കട്ടെ. Alice and Bob takes turns playing a game with Alice start first. Initially there is a number n on a chalkboard. On each player turn, the player next one consisting of choosing any integer x with 0. Bro, can you take this? Replacing the number n on the chalkboard. The player cannot make a move. They lose the game. And true if only if Alice wins the game, assuming both players play optimally. Okay. Experience playing Alice starting this. Actually, there is a number n also across on each player's turn. Integer x. N minus x. So if player cannot make a move, they lose the game. It's not true if ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. എന്തെങ്കിലും കോൺസെപ്റ്റിൽ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ ഒന്ന് കഴിഞ്ഞ ഇൻഫോം ചെയ്യണം. എന്തെങ്കിലും ഒരു കോൾ ഇരിക്കണം. സൂസൻ വരുമോ? ഒരു കോൾ ഇരിക്കാൻ സൂസൻ കൂടെ ഒന്ന് ഇരിക്കാൻ പറ്റായി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതായത് ജസ്റ്റ് ഇതിനകത്ത് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആലിസ് ആൻഡ് ബോബ് ഒരു ഗെയിം കളിക്കുവാണ്. ആലിസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനീഷ്യലി ദർ ഇസ് എ നമ്പർ n ഓൺ ചോക്ക് ബോക്സ്. n എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും ചോക്ക് ബോക്സിൽ. ഓൺ ഈച്ച് പ്ലേയേഴ്സ് that players make a move consisting of ഓരോ പ്ലേയേഴ്സും ഓരോ മൂവ് ചെയ്യും. ചൂസിങ് എനി ഇൻഡിജർ എക്സ് വിത്ത് 0. എക്സ് എന്ന് പറയുന്ന വാല്യൂ 0-നും n-നും n between ആയിരിക്കും. ആൻഡ് n modulus x equal to 0. So replacing the number n on the chalk box with n minus x. Chalk boxile n എന്ന് പറയുന്ന നമ്പർ n minus x വെച്ച് റീപ്ലേസ് ചെയ്യും. ഓൾസോ ഇഫ് എ പ്ലെയർ കനോട്ട് മേക്ക് എ മൂവ്,
they lose the game. Return true if and only if Alice win the game, assuming both players play optimally. So ആലിസ് വിൻ ചെയ്യുവാണെങ്കിൽ എന്താണ് ഈ ട്രൂ റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യണം. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ വിന്നിങ് സ്റ്റേറ്റ് ആയിരിക്കും. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒപ്പണന്റ് ആയിട്ടുള്ള എന്താണ് പറയുക, ഒപ്പണന്റിന്, അതായത് ബോബ് എന്ന് പറയുന്ന ഒപ്പണന്റിന് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ എപ്പോഴും എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഈവൻ ആയി കഴിഞ്ഞാൽ ആലിസ് വിൻ ചെയ്യും. സോ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. റിട്ടേൺ n modulus 2. ഇതും സിമ്പിൾ പ്രോബ്ലം ആണല്ലേ? ക്വസ്റ്റ്യൻ കുറച്ച് റീഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കുറച്ച് കൂടുതലുണ്ട്. നമ്മളത് 2 പ്രാവശ്യം വായിച്ച് എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഇവിടെ ഇത്ര ഉള്ളൂ, ബേസിക്കലി ഒന്നും അറിയാനില്ല. അതായത് ഈവൻ ആണെങ്കിൽ ആലിസ് ഗെയിം ജയിക്കും. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ഷനാസ്? അടുത്ത ക്വസ്റ്റ്യൻ 1768. 1768. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ആരാ പ്രസന്റ് ചെയ്യുന്നത്? സനത്തൊന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, സൂസൻ വേറെ ആരെങ്കിലും വിളിക്കാം ഞാൻ ഇപ്പൊ. ഓക്കെ ഓക്കെ, മിൻഹാജ് ഒന്ന് പ്രസന്റ് ചെയ്യോ അടുത്ത ക്വസ്റ്റ്യൻ? ഹലോ, ഓഡിയോ സോറി, മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. മ്യൂട്ട് ആയിരുന്നോ? അതെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയില്ലേ? വേർഡ് 1 ഒരു ക്യാരക്ടർ എടുക്കുക, വേർഡ് 2 ഒരു ക്യാരക്ടർ എടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുക. അതെ, ബാക്കി വരുന്നത് അപ്പൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എന്താ വെച്ചാല് ഫസ്റ്റ് മിനിമം ലെങ്ത് എടുത്ത് വേർഡിന്റെ, എന്നിട്ട് ആ ലെങ്ത് വരെ, അതായത് ഇതിപ്പോ 3 ആയിരിക്കും, 3 വരെ അതെ ലൂപ്പ് ചെയ്യും. വേർഡ് 1 ഒരു സ്ട്രിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ്, റെസ് എന്ന് പറഞ്ഞൊരു സ്ട്രിംഗിലേക്ക് ഫസ്റ്റ് വേർഡ് ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ വേർഡ് ആഡ് ചെയ്ത് കൊടുക്കും. അത് രണ്ടോ വരെ അങ്ങനെ ചെയ്യും. ബാക്കിയുള്ള എലമെന്റ് പ്ലസ് ലാസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ടിലും സെയിം ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യും, അതായത് റിസൾട്ട് റിട്ടേൺ ചെയ്യും.
അല്ലെങ്കിൽ സെയിം മറ്റേ രണ്ടാമത്തെ വേർഡിൽ കുറച്ച് അധികം വേർഡ്സ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ എം എവിടെയാണോ നിൽക്കുന്നത് അവിടെ മുതലുള്ള ആ ക്യാരക്ടേഴ്സും കൂടി ഇതിലേക്ക് റിസെറ്റിലേക്ക് ആക്കേണ്ടി വരും. അപ്പൊ രണ്ടിന്റെ സെയിം ലെങ്ത് ആണെങ്കിൽ ചെയ്യൂലേ? എക്സ്ട്രാ വേർഡ്സ് വരുന്നതാണ് ഈ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ അതെ, എം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതിൽ ആഡ് ചെയ്യാം. അതിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണ്ടേ? കാരണം രണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഏതാണോ അല്ല അതുണ്ടെങ്കിലല്ലേ ആഡ് ആവുള്ളൂ. ഞാനും കണ്ടീഷൻ ഒക്കെ കൊടുത്തിട്ടാ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത് കണ്ടപ്പോ ശരിയാണ്. ഈ വേർഡ് ഓഫ് എം ഫുൾ കോളൻ ചിലപ്പോ അതൊരു കണ്ടീഷൻ പോലെ തോന്നുന്നല്ലേ? അതായത് ലാസ്റ്റ് എം എവിടെയാണോ നമ്മൾ നിർത്തിയത്, ഈ ഐ ഇല്ലേ ലാസ്റ്റ് എവിടെയാണോ മൂന്നാമതാണ് ഐ എൻഡ് ആവുന്നതെങ്കിൽ എൻഡ് മുതലുള്ള ക്യാരക്ടേഴ്സ്, വേർഡ് 1 എൻഡ് മുതലുള്ള ക്യാരക്ടേഴ്സ് ഇതിലേക്ക് ആഡ് ആവും. വേർഡ് 2 അതായത് വേർഡ് 1 ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിൽ അതിന് 0 അല്ല ആഡ് ചെയ്യുക, അതായത് ഒന്നും ആഡ് ചെയ്യില്ല. അപ്പൊ വേർഡ് 2 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് അപ്പൊ എം വേർഡ് വൺ ഓഫ് എം ഇങ്ങനെ കൊടുത്താൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? അവിടെ മുതൽ പൈത്തണിൽ മാത്രം ആഡ് ആവും, ഇല്ലെങ്കിൽ ആഡ് ആവില്ല. ഇത് സ്പ്ലിറ്റിംഗ് ആണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. ബാക്കി എന്താണ്? ഇതാണോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? അല്ല, ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇത് എങ്ങനെ? അത് ഈ വീക്കിലാണോ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? സ്പ്ലിറ്റ് സ്ട്രിംഗ് ഇൻ ബാലൻസ് സ്ട്രിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 to 21. ഇപ്പം ലാസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാരും ഇങ്ങനെ തന്നെ ആവും ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 20 വീക്ക് 6 അല്ലേ? ഈ വീക്കിലത്തെ അല്ലല്ലോ. അത് വീക്ക് 6, വീക്ക് 5 വരെ 120. ഇനി വരുന്ന ക്വസ്റ്റ്യൻ വീക്ക് 5 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഇനി വേറെ അപ്രോച്ച് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇതന്നെ ഉള്ളൂ, ഇങ്ങനെ തന്നെ അല്ലേ എന്തായാലും ചെയ്ത? നമ്മുടെ C# സെയിം ഇങ്ങനെ തന്നെ അല്ലേ ചെയ്തിരിക്കണേ? സ്ട്രിംഗ് വെച്ചിട്ട് തന്നെ, പക്ഷെ ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നല്ലേ ഉള്ളൂ. ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ ചെയ്തേ? എന്താണ്? ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1768 മിൻഹാജ് കാണിച്ച പോലെ തന്നെ അല്ലേ ഏകദേശം ചെയ്തിരിക്കണേ? സിന്റാക്സിന്റെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളു. കണ്ടീഷൻ കൊടുക്കുന്നത് മാത്രം. അവനിപ്പോ അതിലെ ലെങ്തിലെ മിനിമം വെച്ചിട്ടല്ലേ ചെയ്ത്. ഞാൻ 2 ഓറിട്ട് കൊടുത്ത് I less than n or I less than n2 രണ്ടിന്റെയും അങ്ങനെ ഓറിട്ട് കൊടുത്തു. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ കൊടുത്തിട്ട് ചെയ്ത. അടുത്ത അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ? കമ്പാരിറ്റീവ്ലി കുറെ കാര്യങ്ങൾ പൈത്തണിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കുറെ സ്റ്റെപ്സ് എഴുതേണ്ട അടുത്ത് നിങ്ങൾക്ക് ഒറ്റ ലൈനിലൊക്കെ വേഗം എഴുതാൻ പറ്റും. സിംഗിൾ ലൈനിൽ എഴുതാം. ഈവൻ ആ റിവേഴ്സിന്റെ പ്രോബ്ലം ആണെങ്കിലും സ്ലൈസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. മെത്തേഡ് അല്ല, അത് സ്ലൈസിംഗ് എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അത് വെച്ചിട്ട് ആ വേർഡിനെ മാത്രമായിട്ട് നമുക്ക് റിവേഴ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാതെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. റിവേഴ്സ് ചെയ്യാൻ റിവേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യണ്ട, ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ തന്നെ ചെയ്യാം. ഇനി അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1 to 21. ലുബ്ന ഒന്ന് പ്രസന്റ് ചെയ്യോ? ലുബ്ന ഓഫീസിലാന്ന് പറഞ്ഞല്ലേ? സോറി, എനിക്ക് ഓർമ്മയില്ല. ഇനി വേറെ
ഞാൻ പ്രസന്റ് ചെയ്യാം. ഓക്കെ. അത് ഞാൻ സോറി, എനിക്ക് ഞാൻ മറന്നു പെട്ടെന്ന്. അതാ ലുബ്നയുടെ പിന്നെ വിളിച്ചു. ഫസ്റ്റ് ഓഫീസിലാന്ന് പറഞ്ഞിരുന്നല്ലോ. ഹലോ, കാണുന്നുണ്ട്. Okay. Question: balanced strings are those that have an equal quantity of L and R characters. Given a balanced string, അപ്പോൾ S എന്ന് പറഞ്ഞിട്ട് ഒരു ബാലൻസ്ഡ് സ്ട്രിങ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് സബ് സ്ട്രിങ്സ് കാണണം. അതും ബാലൻസ്ഡ് സ്ട്രിങ് ആണ്. അപ്പോൾ റിട്ടേൺ ദ മാക്സിമം നമ്പർ ഓഫ് ബാലൻസ്ഡ് സ്ട്രിങ്സ് യു ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ദിസ് ബാലൻസ്ഡ് സ്ട്രിങ്. അപ്പോൾ അതാ കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ട്, അത് ബാലൻസ്ഡ് സ്ട്രിങ്ങിന്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുത്ത്, പിന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല് എന്ന് പറഞ്ഞ ലെറ്ററിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ്, റൈറ്റ് ആർ എന്ന് പറഞ്ഞ ലെറ്ററിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഇതിൽ ത്രൂ ഔട്ട് നമ്മൾ ലൂപ്പ് ചെയ്ത് SFI R ആകുമ്പം റൈറ്റ് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്ത്, SFI L ആകുമ്പം ലെഫ്റ്റ് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്ത്, അപ്പൊ ഏത് സിറ്റുവേഷനിലാണോ ലെഫ്റ്റ് ഈക്വൽ ടു റൈറ്റ് ആവുന്നത് അപ്പൊ കൗണ്ട് ആഡ് ചെയ്ത് കൊടുത്ത്, അപ്പൊ ഒരു സബ്സ്ട്രിങ് കിട്ടുമല്ലോ. അങ്ങനെ കൗണ്ട് റിട്ടേൺ ചെയ്തു. ഇവിടെ 2 പകരം മറ്റേ എൽസ് കണ്ടീഷൻ കൊടുത്താ പോരാ? എന്താണ്? 2 ഇഫിന് പകരം മറ്റേ എൽസ് കണ്ടീഷൻ കൊടുത്താ പോരാ? ഇവിടെ എൽസ് കൊടുത്താലും മതിയല്ലോ അല്ലെ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്താൽ മതി. വേറെ ലെറ്റർ വെച്ച് തന്നെ ചെയ്തൂടെ? 2 എണ്ണം ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് അത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മള് ഇങ്ങനെ എന്നിട്ട് കുറച്ച് കൊടുക്കുക, എന്നിട്ട് 0 ആകുന്ന സമയത്ത് ആ കൗണ്ട് കൊടുക്കുന്നതല്ലേ? 0 ആകുമ്പോ കൗണ്ട് ഇൻക്രീസ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരെണ്ണം എവിടെ കാണുന്ന ആദ്യം ചെയ്തത്? ഇവിടെ തന്നെ അല്ലേ കാണാനല്ലോ? അല്ല, ഇത് അത് തന്നെയാണ്. ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? കൗണ്ട് കൊടുത്ത്, അപ്പം ലെഫ്റ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്ത്, റൈറ്റ് ആകുമ്പോൾ അതിൽ നിന്ന് തന്നെ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പം ബാലൻസ് എപ്പോഴാണോ 0 ആവുന്നത് അപ്പൊ കൗണ്ട് ബാലൻസ് 0 രണ്ടും ഒരേപോലെ വരുമ്പോഴല്ലേ? രണ്ടും ഒരേപോലെ വരുമ്പോ ബാലൻസ് 0 ആവല്ലേ? അപ്പൊ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ട് 2 വേരിയബിളിന്റെ ആവശ്യമില്ല. ഒന്ന് ഒരു കൗണ്ടും ഒരു വേരിയബിൾ മാത്രം മതി അല്ലേ? കൗണ്ടിന്റെ വേരിയബിൾ ഓക്കെ. പിന്നെ ഇതല്ലാതെ വേറെ ആരും വേറെ രീതിയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെ? നമ്മൾക്ക് മറ്റേ പാർട്ടിസിപ്പൻസിന്റെ കൗണ്ട് വളരെ വീക്കെൻഡിൽ നടത്തിയ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് വീക്ക് ഡേയ്സിൽ വെച്ചത്. എന്തായാലും അല്ല, വേറെ കാര്യം അൽഹംദുലില്ലാ എല്ലാരും ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അതാണ് വലിയ. അതെ, സെഷൻ അറ്റൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് മടി. എല്ലാ വീക്കിലും സെയിം ആൾക്കാരാണ് റിപ്പീറ്റ് ചെയ്ത്. അതെ, ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പേഴ്സണലി ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം എന്താണ് ഇഷ്യൂ, എന്താണ് അറ്റൻഡ് ചെയ്യാത്തതെന്നുള്ള. ഡിസ്കഷൻ ഇതിലും ആളുണ്ടാവലുണ്ട്. ശരിക്കും ഈ അല്ല ടോപ്പിക് ഇങ്ങനെ ഈ സെഷൻ വളരെ യൂസ്ഫുൾ ആണ്. പലരുടെ അപ്രോച്ചും പിന്നെ അതിലെ ഓരോരോ എഡ്ജ് കേസസ് ഓരോരുത്തർക്ക് അപ്പൊ തോന്നുന്നത് പറയുമ്പോൾ നമുക്ക് അപ്പോഴാണ് കുറെ കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഈ സെഷൻ അറ്റൻഡ് ചെയ്തത് നല്ല ഉപകാരമാണത്. സ്റ്റുഡൻസ് എക്സാംസിന്റെ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത്.
പക്ഷെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലേ വെക്കുന്നുള്ളൂ. അതൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം 1 hour. അത് 1 hour അല്ലേ? ഡിപ്പെൻസ് ആണ്. ഇപ്പം ഞാൻ എനിക്ക് ലാസ്റ്റ് വീക്ക് പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് അധികം സ്റ്റുഡൻസിനെക്കാളും കൂടുതൽ നമ്മുടെ ഇതിലുള്ളത് വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ. അപ്പോ വേണമെന്ന് വിചാരിച്ചാൽ ഒരു ദിവസം 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റായികയില്ലല്ലോ. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്നുള്ളത് എല്ലാവരുടെയും കൂടെ ഒരു ഡിസിഷൻ വെച്ചിട്ട് അങ്ങനെ ഡെയിലി ഒരു സ്റ്റുഡൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് എക്സാം ടൈം ഒക്കെ ആകുമ്പോൾ ഞാൻ പഠിച്ച കോളേജിലൊക്കെ എക്സാം ടൈമിൽ നമുക്ക് ഫോൺ ലാപ്ടോപ്പ് അങ്ങനെ യൂസ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ഞാൻ സ്റ്റുഡൻസിന്റെ കേസ് പറഞ്ഞ. പക്ഷെ അങ്ങനെ ആരും നമ്മളോട് ഒരു റീസൺ ഒന്നും പറഞ്ഞു. ആരും അങ്ങനെ ഒരു റീസണോ കാര്യങ്ങളൊന്നും. അല്ലെ ഇന്നിപ്പോ 2-3 പേരിന് മെർലിന്റെ അടുത്ത് ആരോ ഒരാള് പറഞ്ഞു ട്രാവലിംഗ് ആണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ആരാ ചോദിച്ചിട്ട് പേര് പറഞ്ഞിട്ടില്ല. എല്ലാരോടും നമ്മള് റീസൺ പേര് ഇല്ലാത്തോണ്ട് മൊത്തത്തിലേ ഒരു ഇത് കുറവാ, എനർജി കുറവാ. പനി ഇല്ലാത്തോണ്ട് ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ 2-3 അപ്രോച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെ, അത് മാത്രല്ല ഒരുപാട് കുറെ പോയിന്റ്സും കുറെ നോട്ട് ചെയ്യാൻ പറഞ്ഞു തരും. ബനി പറഞ്ഞിരുന്നു അവരെ കുറിച്ച് തിരക്കായതുകൊണ്ട് ഇന്ന് ജോയിൻ ചെയ്യില്ല. പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യാന്നും പറഞ്ഞിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തു ലാസ്റ്റിലെങ്കിലും വരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് സെഷൻ തൊട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കഷൻ ആവും. നെക്സ്റ്റ് നാളെയാണോ? എന്നാണ് നെക്സ്റ്റ് സെഷൻ? ഫ്രൈഡേ. ലിങ്ക്ഡ് ലിസ്റ്റ് ഫ്രൈഡേ. ഓക്കെ, ഫ്രൈഡേ. ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാരും എന്തായാലും അറ്റൻഡ് ചെയ്യുക. ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ നമുക്ക് ഇനി അങ്ങോട്ട് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഫ്രൈഡേ ഒരു സജഷൻ ഉണ്ട്. അതായത് നമുക്ക് ഊപ്സിന്റെ സെഷൻസ് എടുത്തിട്ടുണ്ടോ? ഊപ്സിന്റെ സെഷൻസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഊപ്സ് അറിയുന്നതല്ലേ. കാരണം നമ്മള് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഞാൻ പ്രോട്ടോടൈപ്പിലാന്നറിയാലോ. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം റിവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഈ വീക്ക് തന്നെ 3 റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡേറ്റ സ്ട്രക്ചർ ചെയ്യാൻ കുഴപ്പമില്ല, അതുപോലെ തന്നെ നോർമൽ പ്രോബ്ലംസും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഊപ്സ് ടോപ്പിക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഊപ്സിന്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോ ഊപ്സ് കുറച്ചുകൂടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ, അതിന്റെ റീസണിങ് കുറച്ചുകൂടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ ലിങ്ക് ലിസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും തോന്നുന്നു. ബേസിക് ഇതല്ല, എല്ലാവർക്കും ഒരു ബേസിക് ആയിട്ടുള്ള ഇതുണ്ടാവും. പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ ഊപ്സ് ഈ ലിങ്ക് ലിസ്റ്റിലേക്ക് കിടക്കുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് റീസൺ ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ ലിങ്ക് ലിസ്റ്റില് പ്രത്യേക ഈ ക്ലാസ് യൂസ് ചെയ്ത് എഴുതുന്ന, ഈവൻ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഇപ്പം എന്താണ് പറയുക, കൂടുതലും ഫങ്ഷൻ ഓറിയന്റഡ് ആണല്ലോ. ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയി ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണം, പിന്നെ ഡേറ്റ സ്ട്രക്ചർ വരുമ്പോൾ എവിടെയൊക്കെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ ഐഡിയ കിട്ടും. അപ്പോൾ ഊപ്സിന്റെ സെഷൻ ആണെങ്കിൽ ഒന്ന് ചോദിച്ചോക്കെ. അത് ഷിബിൽദാസ് ഇല്ലേ? ഷിബിൽദാസ് ഉണ്ട്. ഷിബിലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബിലേട്ടൻ ക്ലിയർ ആയിട്ട് ചോദിച്ചു നോക്കാം, നമുക്ക് നോക്കാം. എടുക്കും നന്നായി. ലിങ്ക് ലിസ്റ്റിന് മുന്നായിട്ട് എടുക്കണം. ലിസ്റ്റിന് മുന്നായിട്ട് അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ ഇന്ന് കണ്ടപ്പോ എന്റെ അടുത്ത് ഷിബിലേട്ടൻ പറഞ്ഞാണ് ബാംഗ്ലൂരാണോ? ബാംഗ്ലൂർ ഹബിലാണോ? ഞാൻ ബാംഗ്ലൂർ ഹബിലാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഷിബിലേട്ടൻ പറഞ്ഞു, ഓപ്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 60% ഓക്കെ ആണ്, പിന്നെ ഡേറ്റ സ്ട്രക്ചർ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതിന്റെ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഇല്ല, അങ്ങനൊന്നും ചോദിച്ചൊന്നുമില്ല. ഞങ്ങള് സാധാരണ സജഷൻ പറഞ്ഞതാണ്. അല്ലല്ല,
ഞാൻ കോഫി കുടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഷിബിലേട്ടൻ ഞാൻ എന്റെ റിവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞാണ് അങ്ങനെ അല്ല, ജസ്റ്റ് നോർമൽ വന്നു. ലിങ്ക് ലിസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഊപ്സ് കൂടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അത് ശരിയാണ്. പക്ഷെ അത് സി ഷാർപ്പിലൊന്നും അങ്ങനെ ഊപ്പ് സെറ്റ് അല്ല തോന്നുന്നുണ്ട്. ലിങ്ക് ലിസ്റ്റ് എങ്ങനെ അല്ല ഞാൻ സി ഷാർപ്പ് അല്ല കുഴപ്പമില്ല, അത് അറിഞ്ഞിരിക്കാൻ നല്ലതാവും. കൺസെപ്റ്റ് കുറച്ചുകൂടി നല്ല രീതിക്ക് സെറ്റ് ആവുന്നത് നല്ലതാണ് ലിങ്ക് ലിസ്റ്റ്. എന്റെ ലാസ്റ്റ് റിവ്യൂല് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽഫ് യൂസ് ചെയ്യുന്നതും സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് ഉണ്ട് എനിക്ക് ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉണ്ടാവും. അത് തന്നെ സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നതില് സെൽഫ് യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് എൻ്റെ അടുത്ത് ഇന്റർവ്യൂ. അപ്പൊ നമ്മളിപ്പോ നമ്മള് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നല്ല ജോബിലേക്ക് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ ആ ഇന്റർവ്യൂവിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന എന്തായാലും നമുക്ക് ചെയ്യാൻ അറിയുന്നില്ല, നമ്മുടെ റീസണിങ് ആയിരിക്കുമല്ലോ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വഴി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ഏത് ഡേറ്റ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഏത് ലോജിക് ചെയ്ത് കഴിഞ്ഞാലും എന്തുകൊണ്ട് അത് ചെയ്തു, ഇതിനേക്കാൾ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ആയിട്ടുള്ള വേറെ മെത്തേഡ് ഇല്ല, അല്ലെങ്കിൽ ആ മെത്തേഡ് എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഊപ്സ് യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് യൂസ് ചെയ്തു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ എന്തായാലും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഒന്ന് മെൻഷൻ ചെയ്ത്. ഓക്കെ, നമ്മൾ സംസാരിച്ചിട്ട് ഈ സെൽഫ് എന്ന് പറയുന്നത് നമ്മള് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് എടുക്കുന്ന ഡിസ് വേറെ ഉണ്ട് പൈത്തണില്, സെയിം ആണെന്ന് എനിക്ക്. സെൽഫ് എന്ന് പറയുന്ന സാധനം ജാവയിൽ ഇല്ല. ഓക്കെ. അതായത് നമ്മളിപ്പം ഇപ്പൊ പൈത്തണിലാണെങ്കിൽ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന. സെയിം ടൈം സെൽഫ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ക്ലാസ്സിനുള്ളിൽ ഒരു മെത്തേഡ് എഴുതുന്ന സമയത്ത് അതിന് എന്താണ് ആ ഒബ്ജക്റ്റിലേക്കുള്ള റെഫറൻസ് ആയിട്ട് ഇപ്പം സെൽഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാരാമീറ്റർ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ എറർ ത്രോ ചെയ്യും പൈത്തണില്. ഇതിലെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഈവൻ നമുക്ക് ആ ഫംഗ്ഷൻ സ്റ്റാറ്റിക് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വേറെ ആട്രിബ്യൂട്ട്സ് ഒന്നും അതിനകത്തേക്ക് കൊടുക്കണ്ട, ജസ്റ്റ് ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റും സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ സെൽഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാരാമീറ്റർ എപ്പോഴും കൊടുക്കേണ്ടി വരും. അതാ ഡിഫറൻസ്. വേറെ ലാംഗ്വേജിൽ അങ്ങനെ ഇല്ല തോന്നുന്നു. ജാവാസ്ക്രിപ്റ്റിലൊന്നും അങ്ങനെ സെൽഫിന്റെ അങ്ങനത്തെ കേട്ടിട്ടില്ല. ജാവാസ്ക്രിപ്റ്റില് ക്ലാസ്സിൽ എഴുതുന്ന മെത്തേഡ് ഇല്ലേ, ആ മെത്തേഡിന് പാരാമീറ്റർ കൊടുക്കണോ? അത് നമ്മൾ ഒരു മെത്തേഡ് എഴുതുമ്പോ അതിന് പാരാമീറ്റർ കൊടുക്കാണ്ട് ആ മെത്തേഡ് എഴുതാൻ പറ്റുമോ ജാവാസ്ക്രിപ്റ്റില്? എനിക്കറിയില്ല കേട്ടോ. പാരാമീറ്റർ പാസ് ചെയ്യണ്ട, നമ്മള് പാരാമീറ്റർ മറ്റേ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നതാണോ? അതിന് സി ഷാർപ്പില് റെഫ് ഔട്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ അത് അപ്പൊ സ്റ്റാറ്റിക് മെത്തേഡ് ആകുമ്പോ നമ്മൾ ആർഗ്യുമെന്റ് കൊടുക്കണ്ടല്ലോ. സ്റ്റാറ്റിക് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റാറ്റിക് മെത്തേഡ് പക്ഷെ ജാവയുടെ കേസിൽ അത് അങ്ങനെയാണോ? ലൈക്ക് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്ലാസ് ലെവൽ വേരിയബിൾസ് അല്ലെങ്കിൽ ക്ലാസ് ലെവൽ മെത്തേഡ്സ് വിത്തൗട്ട് റെഫറൻസ് നമുക്ക് ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ നമുക്ക് അവിടെ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നേ? അല്ല, ഒബ്ജക്റ്റ് എന്തായാലും ക്രിയേറ്റ് ചെയ്യണമല്ലോ. സ്റ്റാറ്റിക് ജാവയുടെ കേസിൽ സ്റ്റാറ്റിക് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ.
അതൊക്കെ ഞാൻ പറഞ്ഞതല്ല. അതായത് ഇപ്പം എന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അതായത് ഇപ്പം ഒരു പാരാമീറ്ററും അല്ല ഒരു ആർഗ്യുമെന്റും കൊടുക്കരുത് മെത്തേഡിനുള്ളിൽ. എന്നിട്ട് ജസ്റ്റ് ഒരു മെത്തേഡ് എഴുതുക, അതിനകത്ത് ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കരുത്, അത് കോൾ ചെയ്യാൻ പറ്റണം. അതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ 2 രീതി ചെയ്യണം. എയ്തർ നമുക്ക് അല്ല 2 മെത്തേഡ് ചെയ്യാന്നല്ല, അതായത് എക്സ്ട്രാ വേറെ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതുക, അതിനകത്തുനിന്ന് ഒരു മിനിറ്റ് നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. ഞാനൊന്ന് ലീവ് ആവട്ടെ, കാരണം റിയാസിനായിട്ടൊരു കോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. സെൽഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള റീസണിങ് അവിടെ തരാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചത്. എനിക്ക് ആക്ച്വലി ആ ലാംഗ്വേജ് അറിയില്ല. ജാവയുടെ കേസിൽ ശരിക്കും പറഞ്ഞ സെൽഫ് ഇല്ല. സെൽഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. സെൽഫ് അല്ല, സെൽഫ് എന്ന് പറയുന്നത് നമുക്ക് ആ പേര് തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ. ഞാനതാ ചോദിച്ചത്, ദിസ് ആണോ യൂസ് ചെയ്യുന്നത്? ഐ മീൻ ദിസും സൂപ്പറും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുമല്ലോ, ഐ മീൻ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുമല്ലോ ചെയ്യുന്നത്. ദിസ് ആക്ച്വലി ജാവയുടെ കേസിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് കറണ്ട് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോ നമ്മള് ലോക്കൽ വേരിയബിൾസും അതുപോലെ തന്നെ ഈ മെത്തേഡ്സിനുള്ള ഉള്ളിൽ കൊടുക്കുന്ന വേരിയബിൾസും സെയിം നെയിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് സെൽഫും അതേ യൂസിന് തന്നെയാണ് കൊടുക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്. പിന്നെന്ന് വെച്ചാല് ഇപ്പൊ ലോക്കൽ കൺസ്ട്രക്ടർ ചെയിനിങ്ങിന് വേണ്ടിയിട്ടും ദിസ് യൂസ് ചെയ്യും. അതായത് ഒരു കൺസ്ട്രക്ടറിൽ നിന്ന് കോള് വേറെ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യാനും ദിസ് യൂസ് ചെയ്യും, ഒരു ക്ലാസ്സിനുള്ളിൽ തന്നെ. ഇത് രണ്ടുമാണ് ദിസിന്റെ കേസിൽ ജാവയിലെ യൂസ്. പിന്നെ ഞാൻ ലെഫ്റ്റ് ആട്ടെ, എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ട്. നിങ്ങള് ശരി ഓക്കെ. പിന്നെ വീക്ക് 6 ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് നെക്സ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി